ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഇറച്ചിച്ചോറ് ഉണ്ടാക്കാൻ പോവുകയാണേ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ സവോള, 2 പച്ചമുളക്, ജിഞ്ചർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടെ പേസ്റ്റ് ആക്കാൻ പോവുകയാണേ. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇറച്ചിച്ചോറെന്ന് പറയുന്നത്. ബീഫാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ പേസ്റ്റാക്കി ചൂടായപ്പോൾ നെയ്യാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. ഓയിൽ വേണ്ടവർക്ക് ഓയിലിലും പ്രിപ്പയർ ചെയ്യാവുന്ന. സവോള ഒരു ബ്രൗൺ കളറായപ്പോൾ തക്കാളി പിന്നെ ജിഞ്ചർ ഗാർലിക് ആൻഡ് ചില്ലി പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ എല്ലാം പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി, ഇത്തിരി കുരുമുളക് പൊടി, ഇത്തിരി ഫ്ലേവറിന് നല്ല ഫ്രഷ് ആക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ പച്ചമണം മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടെ നമുക്ക് വെള്ളം കൂടെ ആഡ് ചെയ്യാം. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്ക് കുക്കർ ഒന്ന് അടച്ചു വെക്കാം. ഒരു വിസിൽ വരണം വരെ വെയിറ്റ് ചെയ്യാം. അതേസമയം നമുക്ക് അരി ഒന്ന് കൈമ റൈസ് ഒന്ന് വാഷ് ചെയ്ത് റൈസ് നമുക്ക് ഒന്ന് അളന്നെടുക്കാവേ. ഞാൻ ഈ ഒരു ഗ്ലാസ്സിനകത്താട്ടോ അളന്നെടുക്കുന്നേ. കറക്റ്റ് അത്ര ഉള്ളൂ. ഈ ചെറിയ റൈസിനെയാണ് കൈമ റൈസ് എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാം, എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളേ. നമുക്കിത് വാഷ് ചെയ്ത് തോരാനായിട്ട് വെക്കാം. ഇപ്പോൾ വിസിലടിക്കാറായിട്ടുണ്ട് നമ്മുടെ ചിക്കൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ്റെ അകത്തോട്ട് ഇതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒരു വിസിലൂടെ അടിക്കണം. കുക്കർ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാവേ. ചിക്കൻ വെന്ത വെള്ളം കുറച്ചുണ്ട്, അപ്പോൾ അതുകൂടെ നമുക്ക് ആഡ് ചെയ്യാം. അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ വേവിച്ച വെള്ളത്തിൽ ഇത്രയും വെള്ളമുണ്ട്. അപ്പോൾ ഞാൻ ആ വെള്ളം ചിക്കൻ പീസെല്ലാം കോരി വെച്ചിട്ട് ആ വെള്ളം ഇതിലേക്ക് എടുക്കുവാണേ. അപ്പം ഇതിനകത്ത് നിറച്ച് നമ്മൾ എടുക്കുവാണേ. സെക്കൻഡ് ഗ്ലാസ് വേവിച്ച ചിക്കൻ നമുക്ക് ഇട്ട് കൊടുക്കാം. വന്നിട്ടുണ്ട്. നമുക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒരു വിസിൽ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ നമുക്ക് ചള്ളാസ് ഉണ്ടാക്കാം. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ തക്കാളിയാണ് കേട്ടോ. തക്കാളി, സവോള, പച്ചമുളക്, ഉപ്പ്, നല്ല കട്ട തൈര് എല്ലാം കൂടി ആക്കി നമുക്ക് സെറ്റാക്കി ഡൈനിങ് ടേബിളിലോട്ട് പോയാലോ. വാഴയിലയിൽ കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ അതാ നമ്മുടെ ദിയക്കുട്ടി വാഴയിലേക്ക് ഇട്ട് കേട്ടോ. നല്ല അടിപൊളി സ്മെല്ല്. ചള്ളാസ് ഉണ്ട്, നമ്മുടെ നാരങ്ങ അച്ചാറുണ്ട്. എങ്ങനെയുണ്ട് ഇറച്ചിച്ചോറ്? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് അമ്മ ഇറച്ചിച്ചോറ്? എങ്ങനെയുണ്ട്? ഇനി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ ഇറച്ചിച്ചോറിൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരും. എല്ലാവർക്കും ബൈ.